ഇന്നിപ്പോ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച പണിമുടക്ക് ദിവസമാണ് ഇന്ന്. പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. BMS ഒഴികെയുള്ള 10 ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. ഇന്ന് നടക്കാനിരുന്ന MG കണ്ണൂർ സർവകലാശാല പരീക്ഷകൾ മാറ്റി. നമുക്ക് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പണിമുടക്ക് ആരെങ്കിലുമൊക്കെ ബാധിച്ചിട്ടുണ്ടോ? കാരണം ഈ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളും സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ ഒക്കെയുള്ള സ്ഥലമാണല്ലോ തിരുവനന്തപുരം. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ പണിമുടക്ക് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ എന്ന് ചോദിക്കാം. VS അനുരാഗ് ഉണ്ട് നമുക്കൊപ്പം. അനുരാഗെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് രാവിലെ തിരുവനന്തപുരത്തെ അവസ്ഥ? ഈ പൊതുഗതാഗതങ്ങൾ ഇല്ല, ഈ വാഹന ഗതാഗതമൊക്കെ എങ്ങനെ? വാഹനങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഓടുന്നുണ്ടോ? ആളുകൾ വലയുന്നുണ്ടോ? എന്താണ് രാവിലത്തെ കാഴ്ച? സേതു, ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ദീർഘദൂര യാത്രക്കാരാണ് ഇവിടെ ഏറ്റവും അധികം വലഞ്ഞിരിക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് അവരുടെ ഇടങ്ങളിലേക്ക് പോകാനുള്ള വാഹനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വകാര്യ വാഹനങ്ങൾ ഉള്ളവർ ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ KSRTC ടെർമിനലിൽ നിന്ന് ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. എല്ലാ ബസ്സുകളും ടെർമിനലിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ ഇവിടെ നേരത്തെ ഒരു കാഴ്ച, ആളുകൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കൂട്ടത്തോടെ വാഹനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെട്ടു. അവർ പോലീസിന്റെ ബസ്സുകൾ ഇവിടേക്ക് ഇറക്കി. RCCയിലേക്കും മെഡിക്കൽ കോളേജിലും എല്ലാം കൃത്യമായി അവിടേക്ക് പോകാനെത്തിയ ആൾക്കാരെ കൊണ്ടുപോവുകയാണ് ബസ്സിൽ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന പോലീസ് വാഹനമാണ്. ഇതിൽ നമുക്ക് അകത്ത് കയറിയാൽ കാണാം, ആളുകൾ കയറിയിരിപ്പുണ്ട്. ഈ വാഹനം നിറയുന്നതനുസരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അറിഞ്ഞായിരുന്നോ കേരളത്തിൽ പണിമുടക്കാണെന്ന്? പോലീസ് വാഹനം ആശ്വാസമായല്ലേ? എങ്കിലും വരുന്നത് ഇവർ പറയുന്ന പോലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആശുപത്രികളിലേക്കും മറ്റ് ഇടങ്ങളിലേക്കും എല്ലാം എത്തുന്നവരുണ്ട്. അവർ ഒരുപക്ഷെ പോലീസ് വാഹനം ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും വലയുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുക. രാവിലെയൊക്കെ കൂട്ടത്തോടെ തമ്പാനൂരിൽ ആളുകൾ നിൽക്കുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ്. എന്തായാലും കടകളെല്ലാം ഇപ്പോഴും ഷട്ടറിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ 9 മണിയോട് അടുക്കുമ്പോൾ അതിൽ പൂർണ്ണമായ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 9-10 മണിയോടെ ആയിരിക്കും പല കടകളും തുറക്കുക. അപ്പോൾ അറിയാം പണിമുടക്ക് ഏത് രീതിയിൽ ഏറ്റെടുത്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞത് KSRTC സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ KSRTC ഒന്നും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെല്ലാം വലയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.